നിങ്ങൾക്കറിയോ ഈ വെണ്ടയ്ക്കയും കിഴങ്ങും ചേർത്തിട്ട് ഒരു അടിപൊളി തോരൻ തയ്യാറാക്കാന്ന്. വളരെ സിമ്പിളാണ്, കിഡിലെ ടേസ്റ്റാണ്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകും ചേർത്ത് നല്ലപോലെ പൊട്ടി തീരുമ്പോൾ നമുക്ക് അതിലേക്ക് നീളത്തിലരിഞ്ഞ് വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. രണ്ടും ചേർത്തതിന് ശേഷം ഒന്നിങ്ങോട്ട് വഴറ്റി കൊടുക്കുക. നല്ലൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് അതിലേക്ക് നല്ല കനം കുറച്ചരിഞ്ഞ സവോളയും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് മുറിച്ചെടുക്കണം. ഇപ്പം നല്ലോണം ബ്രൗൺ കളർ അയക്കണേ. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തപ്പോൾ അതിൻ്റെ വഴുവഴുപ്പൊക്കെ നല്ലോണം മാറി. ഇതിലേക്ക് നമുക്ക് മുറിച്ചെടുത്ത കിഴങ്ങും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു എരിവിന് ആവശ്യമുള്ള മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഇത് മൂന്നും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി തീ നല്ലോണം ഒന്ന് കുറച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നുള്ളും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെള്ളവും കാര്യങ്ങളും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ തീ തന്നെ മൂടി വെച്ചാണ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോഴൊന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ വെണ്ടയ്ക്കും അതേപോലെ തന്നെ കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് സെറ്റ് ആയിക്കണം കേട്ടോ. ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.